കേരളത്തിലെ ഏറ്റവും വലിയ ഡീൽ നടക്കാൻ പോകുന്നത് മറ്റെങ്ങും ആയിരിക്കില്ല, പാലക്കാട് ആയിരിക്കും. കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിനെ പരാജയപ്പെടുത്തേണ്ടത് ഇരുമുന്നണിയുടെയും ഏറ്റവും വലിയ ദൗത്യമാണ്. ഏറ്റവും വലിയ നീക്കം നടത്തിയിരിക്കുന്നത് LDF ആണ്. ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് LDF വോട്ടുകൾ കോൺഗ്രസിൽ എത്തിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇതിനെ BJP എങ്ങനെ മറികടക്കുന്നു എന്നതാണ് ശോഭാ സുരേന്ദ്രന്റെ വിജയം. കേരളത്തിൽ ഇലക്ഷൻ അടുത്തതോടുകൂടി പരസ്പരം ആരോപിക്കുന്നത് ഡീലുകളുടെ കാര്യമാണ്. ഇത്തരം ഡീലുകൾ കേരളത്തിൽ പലയിടത്തും നടക്കുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ രംഗം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും BJP ഒഴികെ മറ്റു ഒരു പാർട്ടികളിൽ നിന്നും പ്രതീക്ഷയുള്ള ഒരു പുതിയ നേതാക്കളും കടന്നുവരുന്നില്ല എന്നുള്ളതാണ്. BJPയുടെ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ഉണ്ടായ മാറ്റം നമുക്ക് എങ്ങനെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാം എന്നതിന് തെളിവാണ്. ദൂരവീക്ഷണം ഉള്ള യാതൊരുവിധ നേതാക്കളും കടന്നുവരുന്നില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും കാരണവശാലും ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ശ്രദ്ധിക്കപ്പെട്ടാൽ അവരെ പുതുക്കി മൂലയ്ക്ക് ഇരുത്തുക എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പുതിയ രാഷ്ട്രീയ നയം. അതുകൊണ്ടുതന്നെയാണ് പുതുതലമുറ ഇത്രയും കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാതിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞുവന്നത് തന്നെ പറയാം. ശോഭ സുരേന്ദ്രൻ എന്നത് കേരളം പ്രതീക്ഷയോടെ കാണുന്ന ഒരു വനിതാ നേതാവാണ്. അവരെ പലരും ഭയപ്പെടുന്നത് കാര്യങ്ങൾ തുറന്നു പറയുകയും ഭംഗിയായി ജനങ്ങളെ മനസ്സിലാക്കാനുള്ള അവരുടെ കഴിവിനെയാണ്. അതുകൊണ്ടുതന്നെ പാലക്കാട് നടക്കാൻ പോകുന്ന ഡീലിൽ LDFും UDFും ഒരുമിക്കുമെന്നത് ഉറപ്പാണ്. അതിനെ ഇങ്ങനെ ബുദ്ധിപൂർവ്വം ശോഭ സുരേന്ദ്രന് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ വിജയം. LDF വോട്ടുകൾ UDFിലേക്ക് മറിക്കപ്പെട്ടാൽ ശോഭ സുരേന്ദ്രന്റെ ഭാവി തുലാസിലാകും. കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളം മണ്ടന്മാരാണ് എന്ന് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കും.